ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡീസൽ കാറിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതും ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതും എന്നാണ്. ഓക്കെ, ഈ കാര്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. അതായത് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ജാക്ക് ലിവർ വേണം, ടൂൾ കിറ്റ് വേണം, എൻജിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, പിന്നെ എൻജിൻ ഫ്ലഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എൻജിൻ ഫ്ലഷും. പിന്നെ നമ്മൾ എൻജിൻ ഓയിലിൻ്റെ നമ്മുടെ ഡ്രെയിൻ ബോൾട്ട് എന്ന് പറയുന്നത് സാധാരണ ബോൾട്ടല്ല, ഇതാണ്, ഈ ടൈപ്പാണ് സാധനം. ഇതിനകത്ത് ഉള്ള ടൂള് നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കേണ്ടതാണ്. ഇത് നമുക്ക് നമ്മുടെ ടൂളിൻ്റെ കൂടെ ഒന്നും കിട്ടത്തില്ല, വേറെ ചെറിയ ടൂൾ കിറ്റ് വാങ്ങിച്ചാലും കിട്ടത്തില്ല. 45 mm ടോക്സ് ബിറ്റ് തന്നെ മേടിക്കണം. കണ്ടില്ലേ, ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുമ്പോഴേക്കും ബോൾട്ട് ഊരി വരും. അങ്ങനെ ഓയിൽ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിൻ്റെ 40 mm ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കയറും, പക്ഷേ പിരി പൊട്ടിപ്പോവും. പിരി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വരും, വലിയ മെനക്കേട്. അതുകൊണ്ട് എപ്പോഴും ഈ ടൂള് മസ്റ്റായിട്ട് വാങ്ങിക്കണം. ഇത് വാങ്ങിക്കാതെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ഇറങ്ങരുത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. 45 mm ടോക്സ് ബിറ്റ്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലെ വീല് ജാക്ക് ചെയ്ത് പൊക്കി വയ്ക്കും. എപ്പോഴും നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നിട്ട് ടയർ വെളിയിലേക്ക് തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറി ഇത് വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ്. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട് ടയർ റിമൂവ് ചെയ്യും. എന്നിട്ട് ഞാൻ അകത്ത് കയറി ആ ഡ്രെയിൻ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എൻജിൻ ഓയിലിൽ ഫ്ലഷ് ഒഴിച്ച് ചെയ്യാം. ഫ്ലഷ് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അതിന് ശേഷം ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ എൻജിൻ ഫ്ലഷ് കൂടി. അതിന് വണ്ടി ഇപ്പോൾ 1,00,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. അപ്പം എൻജിൻ ഫ്ലഷ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 5V30 ഫുള്ളി സിന്തറ്റിക് ഓയിൽ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമുക്കാദ്യം ഈ ഫ്രണ്ട് വീൽ ഊരാം. ഫ്രണ്ട് വീൽ ഊരുന്നതിന് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഈ ജാക്കി എടുത്തിട്ട് ഇതിന് ജാക്കി വയ്ക്കാൻ ഒരു പോയിൻ്റ് ഉണ്ട്, ഒരു ചെറിയൊരു നോബ് കാണിച്ചു തരാം. അവിടെയാണ് വെച്ച് നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ബോൾട്ട് അഴിക്കും. ബോൾട്ടെല്ലാം അഴിച്ചതിന് ശേഷം ജാക്കി പൊക്കിയതിന് ശേഷം ഈ ബോൾട്ടെല്ലാം ഒരു ടയർ ഊരിയെടുക്കും. അങ്ങനെയാണ് ടയർ ഊരുന്നത്. ഇത് വെക്കേണ്ട സ്ഥലം കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഈ പോയിന്റിലാണ് നമുക്ക് ജാക്കി വെക്കേണ്ടത്. ഇതിവിടെ വെച്ച് പൊക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് ഇതിങ്ങനെ പൊക്കും. ഇവിടെയാണ് വെക്കേണ്ടത്. വേറെ ഒരിടത്തും വെക്കരുത്, പൊട്ടിപ്പോവും. ഫ്രെയിമിലൊന്നും വെക്കരുത്. ഉണ്ടോ, ഇപ്പോൾ അതൊരു ടൈറ്റായി. ഇനി നമുക്ക് വീലഴിക്കാം. ഓക്കെ, ഇപ്പോൾ ടയർ ജസ്റ്റ് പൊങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബോൾട്ടെല്ലാം ഊരിയെടുക്കാം. നമുക്കിനി 10 മിനിറ്റ് എൻജിൻ ഐഡിയൽ ചെയ്യണം. ഐഡിയൽ ചെയ്തതിന് ശേഷം എൻജിൻ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് എൻജിൻ ഫ്ലഷ് ഒഴിച്ചിട്ട് പിന്നെയും 10 മിനിറ്റ് എൻജിൻ ഐഡിയൽ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ഇനി ഓയിൽ ഫിൽറ്റർ കൂടി മാറണമല്ലോ. ഓയിൽ ഫിൽറ്റർ മാറുന്നതിനും നമുക്ക് പ്രത്യേക ടൂളിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇതാണ് ആ സാധനം. നമുക്ക് 27-ൻ്റെ സോക്കറ്റാണ് വേണ്ടത്. 27-ൻ്റെ സോക്കറ്റിൽ നമുക്ക് ഇത് രണ്ടിൻ്റെ ആവശ്യമുണ്ട്, എക്സ്റ്റൻഷൻ്റെ ആവശ്യം ഉണ്ടാവും. അതായത് ഈ സോക്കറ്റ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതിനുശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവബിളാണ്. കണ്ടല്ലോ, ഇത് നമുക്കിവിടെ കണക്ട് ചെയ്യുമ്പോൾ ടീ സ്പാനർ പോലെയാവും. ഇത് നമ്മൾ ഓയിൽ ഫിൽറ്ററിൻ്റെ മുകളിലിട്ടിട്ട് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി 10 മിനിറ്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്താൽ. ഇപ്പോൾ എൻജിൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഫ്ലഷ് അതിനകത്തിട്ട് ഒഴിക്കാം. ഇവിടെ ദൂരെയാണ് നമ്മൾ എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുന്ന സംഭവം. ഇത് ഉണ്ടോ, കറുത്തിരിക്കുന്നുണ്ടോ? എൻജിൻ ഓയിൽ മാറേണ്ട സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിനി ഇതാണ് ഓയിൽ ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് തുറന്നിട്ടാണ് ഇവിടുന്ന് ഫിൽറ്റർ നമ്മൾ മാറ്റേണ്ടത്. ഇതിനകത്ത് എയർ ഫിൽറ്റർ വരും. പിന്നെ ഡീസൽ ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ പുറകിൽ കാണുന്നില്ലേ, ആ സാധനം, അതാണ് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ, അതാണ് ഡീസൽ ഫിൽറ്റർ. അതൊക്കെ വഴിയെ മാറ്റുന്നത് കാണിച്ചു തരാം. 3Mൻ്റെ
ഓയിൽ ഫ്ലഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 1.5 ലിറ്റർ വരെ ഉള്ളതിന് 50 ml ആണ്. അങ്ങനെ ഞാൻ 100 ml ആണ് മേടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കൂടുതലാണ് ഒഴിക്കേണ്ടത്. ഞാൻ ഇത്രയേ വാങ്ങിച്ചുള്ളൂ. ഇത് മതി എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം എൻ്റെത് അധികം വേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം പ്രോപ്പർ ഇൻ്റർവെൽസിലാണ് ഞാൻ സർവീസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മതി എന്ന് വിചാരിച്ചു. ആദ്യത്തെ 50 ml ഒഴിക്കാം. എപ്പോഴും നമ്മൾ ചൂടായിട്ടുള്ള ഓയിൽ തന്നെ ഇത് ഒഴിക്കണം. അപ്പോൾ കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുന്നത് അങ്ങനെയാണ്. ചൂട് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ്നെസ് കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത്. 50 ml ഒഴിച്ചു. അടുത്ത 50 ml ഒഴിച്ചു. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കണം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂറല്ല ഒരു 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഐഡിയൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ത്രോട്ടിൽ കൊടുക്കാം കുറച്ച്. അപ്പോഴത്തേക്കും അത് കുറച്ചുകൂടി മിക്സപ്പ് ആവും എന്ന് ഞാൻ കേട്ടു. ഓക്കെ, ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡ്രെയിൻ ചെയ്യാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഡ്രെയിൻ ഉപയോഗിക്കാനുള്ള പാത്രം. നേരത്തെ ബൈക്ക് സർവീസിനൊക്കെ ഉപയോഗിച്ചിരുന്ന സെയിം സാധനം തന്നെയാണ്. 5 ലിറ്ററിൻ്റെയൊക്കെ ഇത്രയും കപ്പാസിറ്റി ഉള്ള, അതായത് പ്ലാസ്റ്റിക് ബക്കറ്റൊന്നും എടുത്ത് വയ്ക്കരുത്. ചൂടായിട്ടുള്ള ഓയിലായതുകൊണ്ട് ചിലപ്പോൾ അത് ഉരുകാൻ ചാൻസ് ഉണ്ട്. ടൂൾ നമ്മളെടുത്ത് ഇതിലിങ്ങനെ കറക്റ്റായിട്ട് വെക്കണം. കറക്റ്റായിട്ട് കയറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളിങ്ങനെ തിരിക്കണം. ചൂട് ഓയിലാണ്, അപ്പോൾ നമ്മൾ കെയർ കൊടുക്കണം. കയ്യിലൊന്നും വീഴാതെ വേണം അൺസ്ക്രൂ ചെയ്യാൻ. കണ്ടോ ലീക്കായി വരുന്നുണ്ടോ കറുത്ത ഓയിൽ? അത് പോയിക്കോട്ടെ. കറുത്ത ഓയിൽ ഇതിന് ഡ്രെയിൻ ആവാൻ കുറച്ച് സമയം എടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഓയിൽ ഫിൽറ്ററിൻ്റെ കൂടെ എപ്പോഴും ഒരു റബ്ബർ ഗ്യാസ്കറ്റ് കൂടി കിട്ടും. ഇതും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അതിൽ ഉണ്ടാവും. അത് റിമൂവ് ചെയ്തിട്ട് ഇത് വയ്ക്കണം. ബോഷിൻ്റെയാണ് ഞാൻ മേടിച്ചത്. ഇതാണ് ഫിൽറ്ററിൻ്റെ ക്യാപ്പ്. ഇടയ്ക്ക് വയ്ക്കുക. ടൈറ്റാണ്, അതുകൊണ്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്രയ്ക്ക് ടൈറ്റാണ് ഈ സാധനം. കണ്ടോ? ഇത് മാറ്റി വയ്ക്കാം. ഇവിടെയൊക്കെ ഓയിലാവുണ്ട്. ഇവിടെ ഇങ്ങനെ തുടയ്ക്കാം. സെക്കൻഡ്. ഇതാണ് ഫിൽറ്റർ. കറുത്ത ഉണ്ടോ? ഫുള്ള് കേടായി. മാറ്റേണ്ട സമയം അതിക്രമിച്ചു. ഇത് കളയേണ്ട സാധനമാണ്. ഓക്കെ, ഇതെവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഈ ഓയിൽ ഇതും കൂടി തുടയ്ക്കുക. ഉണ്ടോ? ക്ലീൻ ചെയ്യുക. കരി ഓയിലായി. ഡീസൽ വണ്ടിയിൽ പെട്ട എത്ര നല്ല ഓയിൽ ഒഴിച്ചാലും ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതൊക്കെ കേടാകും ഉള്ളതാണ്. തിരിച്ച് വയ്ക്കുക.
ഇതിനകത്ത് ഉള്ള ഇത്തിരി ചൂടാണ്, ഇതെടുത്തിട്ട് തുടയ്ക്കുക. ഇത് ബാക്കിയുള്ള ഓയിലും നമ്മളിതിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു ക്ലീൻ ആയില്ലേ? ഞാൻ റിങ് അതുപോലെ തിരിച്ചിടുക. പുതിയ ഓയിലിൻ്റെ കൂടെ എപ്പോഴും പുതിയ ഒരു ഇത് കൂടി കിട്ടും, ആ റബ്ബർ ഗ്യാസ്കറ്റ് കൂടി കിട്ടും. അത് ഇവിടെയാണ് നമ്മൾ ഇടേണ്ടത്. ഇതിലിത് കാണും, കണ്ടില്ലേ? ഇത് അത് മാറ്റിയിട്ട് നല്ലത് ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ അത് വഴി തെറിക്കും. ടൈറ്റായിട്ടിരിക്കുന്നതൊക്കെ വേണ്ടിയാണ് ഫിൽറ്ററിൻ്റെ കൂടെ അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുതിയ ഫിൽറ്ററിൻ്റെ കൂടെ കിട്ടിയത്. ഓക്കെ, ഇത് സെറ്റായി. പുതിയ ഓയിൽ ഫിൽറ്റർ ഉണ്ടോ, ഇത് വെളുത്തിരിക്കേണ്ടതാണ്, ഇങ്ങനെ ആയിപ്പോയത് കണ്ടോ. നമുക്ക് പുതിയ ഫിൽറ്റർ അതിനകത്ത് വയ്ക്കാം. അത് ഈ ക്യാപ്പിങ് എടുക്കുക, ക്യാപ്പിനകത്തുള്ള ഈ ഒരു ഗ്രൂ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ അതിനകത്ത് ഇരുന്നു, കറക്റ്റായിട്ടിരുന്നു. ഇനി ഇത് തിരിച്ച് ഇതിനകത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അല്ലേ, ഇത്രയും നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ടൂൾ ഉപയോഗിക്കണം. ടൈറ്റായി. അതിന് ശേഷം വീട് കിടക്കുന്ന ഓയിലെല്ലാം തുടച്ച് കളയുക. ഇപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. ഇതുവഴിയാണ് നമുക്കിനി ഓയിൽ ഒഴിക്കേണ്ടത്. ഇതിനകത്തൂടെ ഒഴിക്കണം. ഈ താഴെ എല്ലാം ഡ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഡ്രെയിൻ ബോൾട്ട് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുവഴി ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഡ്രെയിൻ ബോൾട്ട് അടച്ചു വയ്ക്കാം. എൻ്റെ ഒരു വേറെ ഡ്രെയിൻ ബോൾട്ട് ഉണ്ട്, അതുകൊണ്ട് അത് ഒഴിക്കാം. മറ്റേ ഡ്രെയിൻ ബോൾട്ട് ആ ഓയിലിനകത്ത് കിടക്കുകയാണ്. പുതിയ ഒരെണ്ണം വാങ്ങിച്ചത് കൊണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് അത് കഴുകി തുടച്ച് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അടുത്ത പ്രാവശ്യത്തേക്ക്. നമുക്ക് ടൈറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രഷ് ഓയിൽ ഒഴിക്കാം. ഇനി ഓയിൽ ഒഴിക്കാം. ഇതാണ് ഓയിൽ. 3.2 ലിറ്ററാണ് ഇതിനകത്ത് ഒഴിക്കണമെന്ന് കമ്പനി പറയുന്നത്. പക്ഷേ ഇത് 3.5 ഉണ്ട്. ഞാൻ പിന്നെ 3.5 ഒഴിക്കാം. ബാക്കിയുള്ള ഓവർ ടൈം പോകുമല്ലോ. ഇത് സൂക്ഷിച്ച് വെച്ചിട്ടും കുറച്ച് കാര്യമൊന്നുമില്ല. ഞാനത് ഫുൾ ഒഴിക്കാൻ പോകുന്നുണ്ട്. ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ബോട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വയ്ക്കാം. എന്നിട്ട് ഇതിലോട്ടങ്ങ് ഒഴിച്ചിട്ടാൽ മതി, എളുപ്പമാണ്. നേരത്തെ കണ്ട കറുത്ത ഓയിലല്ലേ ഉണ്ടോ, ഇങ്ങനെയാണ് ഓയിൽ ഇരിക്കേണ്ടത്. ഫുള്ളി സെൻസിറ്റീവ്. അടച്ചു വയ്ക്കുക. ടൈറ്റായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ലെവൽ നോക്കുക. കണ്ടില്ലേ, ഇതുവരെ ഉണ്ട് ഓയിൽ. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കാതെ ഒന്ന് വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യും.
എങ്ങനെയാണ് ഒരു വണ്ടിയുടെ ഡീസൽ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യുകയും പിന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഈ ടയറെടുത്ത് വയ്ക്കുക, ജാക്കി മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാവരും അറിയാമെന്ന് വിശ്വസിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.